ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KSEB മുന്നറിയിപ്പ് നൽകി. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം മുടവൻമുകളിൽ വാട്ടർ അതോറിറ്റിയുടെ മതിൽ വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണു. കനത്ത മഴയിൽ കൊല്ലം ചീരങ്കാവിൽ ഭൂമി ഇടിഞ്ഞു താഴ്ന്ന് ഗർത്തം രൂപപ്പെട്ടു. കോഴിക്കോട് പെരുവയലിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പെരുവയലിൽ കല്ലേരി പുൽപ്പറമ്പിൽ പ്രകാശന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വടകരയിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിന്റെ മേൽക്കൂര കാറ്റിൽ തകർന്നു. പുതിയ ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങിയതോടെ യാത്രക്കാർ വലഞ്ഞു. ഉള്ളിയേരിയിൽ ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി. കണ്ണൂർ തളാപ്പിൽ കെട്ടിടവും മതിലും തകർന്നു വീണു. ഇടുക്കി കമ്പംമേട്ടിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി കാറുകളും സ്കൂട്ടറുകളും തകർന്നു. കല്ലാർ മാങ്കുളം റോഡിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മൂന്നാറിൽ വഴിയോരക്കടകൾ ഒഴിപ്പിക്കും. വഴിയരികിലെ പാർക്കിംഗും നിരോധിച്ചു. ശക്തമായ മഴയിൽ കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ടാണ്. ശക്തമായ മഴയിൽ തൃശൂർ പറപ്പൂക്കര രാപ്പാൾ പള്ളത്ത് കുറുമാലിപ്പുഴയുടെ ബണ്ടിടിഞ്ഞു. കാസർഗോഡ് കനത്ത മഴയിൽ പൊയ്നാച്ചി ബന്തെടുക്ക പാതയിൽ കുണ്ടംകുഴിയിൽ വിള്ളൽ രൂപപ്പെട്ടു. കോട്ടയം കടനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലുണ്ടായിരുന്ന പാഴ്മരം കടപുഴകി വീണു. രോഗികളുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരുക്കില്ല. കണ്ണൂർ ശ്രീകണ്ഠാപുരം ചുണ്ടക്കുന്നിൽ കനത്ത മഴയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു. കണ്ണൂർ തിരുമേനി മുതുവമ്പാടിയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.